Hi friends, good day. Welcome to Best PSC. Industries Extension Officer Kerala PSCയുടെ എക്സാമിനുള്ള ക്ലാസ് ആണിത്. അതിൽ കമ്പ്യൂട്ടർ സയൻസ് പോർഷനിലുള്ള ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ് എന്ന ടോപ്പിക്കിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇതിൽ ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇട്ടിരിക്കുന്നത്, ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്. ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് മെയിനായിട്ട് 3 ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് ആണ്. മേജറായിട്ട് പറയുന്നത് 3 ടൈപ്സ് ഓഫ് നെറ്റ്വർക്കാണ്: ലാൻ, മാൻ, വാൻ. അതിൻ്റെ മുമ്പ് നെറ്റ്വർക്ക് എന്താണെന്ന് പറയാം. നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ അലോസ് കമ്പ്യൂട്ടേഴ്സ് ടു കണക്ട് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സ് വയ്യ എനി മീഡിയം. അത് ഏതെങ്കിലും ഒരു മീഡിയം, എനി മീഡിയം യൂസ് ചെയ്തിട്ട് 2 കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യുക. ഫോർ കമ്മ്യൂണിക്കേഷൻ പർപ്പസസ്. ഈ ഒരു പർപ്പസസിന് വേണ്ടി കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യുന്ന പ്രോസസ്സിനെ, ആ ഒരു കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്ത ആ ഒരു ഓൾ സിസ്റ്റത്തെയാണ് നമ്മൾ നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ എന്താണ്? കമ്പ്യൂട്ടേഴ്സിനെ ഈച്ച് അതറായിട്ട് കണക്ട് ചെയ്യുക, അലോ ചെയ്യുക ഫോർ കമ്മ്യൂണിക്കേഷൻ പർപ്പസ്. അത് എനി മീഡിയം യൂസ് ചെയ്തിട്ടും ആവാം. അതിൽ മെയിനായിട്ട് പറയുന്നത് ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, മാൻ, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, ആൻഡ് വാൻ, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇതാണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന 3 ടൈപ്സ് ഓഫ് നെറ്റ്വർക്കുകൾ. ഇനി ഇതുകൂടാതെ സിമ്പിളായിട്ടുള്ള, അതായത് ഈ ലാൻ, മാൻ, വാൻ, ഈ 3 നെറ്റ്വർക്കും ഡിസൈൻ ചെയ്തിരിക്കുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നതും എന്തിൻ്റെ ബേസിലാണെന്ന് വെച്ചാൽ ഏരിയ ദാറ്റ് കവർ. അതായത് ഈ നെറ്റ്വർക്കുകൾ എത്രത്തോളം ഏരിയ കവർ ചെയ്യും എന്ന ബേസിലാണ് ഈ ലാന്, മാന്, വാൻ എന്ന നെറ്റ്വർക്കുകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ലാൻ, മാൻ, വാൻ, ഇത് 3ഉം മേജറായിട്ടുള്ളത്. അതുകൂടാതെ ഒരു 4 ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സും കൂടെ ഉണ്ട്. ഇത് നിങ്ങളെ പേര് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ജസ്റ്റ് അതിൻ്റെ അബ്രിവേഷനും ഒരു പേരും നോക്കിയാൽ മതി. പാൻ, PAN, പാൻ, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. SAN, SAN, സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക്. EPN, എൻ്റർപ്രൈസ് പ്രൈവറ്റ് നെറ്റ്വർക്ക്. VPN, വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്. ഇത് ജസ്റ്റ് ഇതിൻ്റെ അബ്രിവേഷൻ മാത്രം പഠിച്ചിരിക്കുക. ഇത് ഒന്നും കൂടെ പറയാം. പാൻ, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. SAN, സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക്. EPN, എൻ്റർപ്രൈസ് പ്രൈവറ്റ് നെറ്റ്വർക്ക്. VPN, വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്. ഇനി നമ്മൾ മേജറായിട്ട് പറഞ്ഞ നെറ്റ്വർക്ക്സുകൾ, ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്താണെന്ന് നോക്കാം. ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കവർ സ്മാൾ ജിയോഗ്രഫിക്കൽ ഏരിയ. അതായത് ഒരു വളരെ കുറഞ്ഞ ഒരു ഏരിയ മാത്രമാണ് ഈ ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് കവർ ചെയ്യുന്നത്. അത് നമുക്ക് ആ പേരിൽ തന്നെ കിട്ടും. ലോക്കൽ ഏരിയ, ഒരു ലോക്കലായിട്ടുള്ള പോർഷൻ മാത്രം കവർ ചെയ്യാം. അത് വളരെ കുറഞ്ഞ കിലോമീറ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ അതിലും കുറവ് കിലോമീറ്റേഴ്സും വരാതെ മീറ്റേഴ്സ്. അതായത് ഈ ലാനും എപ്പോഴും എങ്ങനെയായിരിക്കും? ഒരു പ്രൈവറ്റ്ലി ഓൺഡ് പ്ലേസ് ആയിരിക്കും. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഓഫീസ് ബിൽഡിങ്. അപ്പോൾ ആ ഒരു ഓഫീസ് ബിൽഡിങ്ങിൻ്റെ അകത്തുള്ള കമ്പ്യൂട്ടേഴ്സ് മാത്രം കണക്ട് ചെയ്തിരിക്കുന്ന ഒരു നെറ്റ്വർക്ക്. അതല്ലെങ്കിൽ ഒരു വീട്, നമ്മുടെ വീട്ടിലുള്ള ഡിവൈസസുകൾ കണക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ഒരു സ്കൂളിലുള്ള ലാബുകളിലെയും ഓഫീസ്, ലൈബ്രറി, ഇങ്ങനെയുള്ള സ്ഥലത്തെല്ലാം കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള ഇതാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, ലാനിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഈ ലാൻ നെറ്റ്വർക്കിലെ കമ്മ്യൂണിക്കേഷൻ മീഡിയം എന്ന് പറയുന്നത് കേബിളായിരിക്കാം, അതായത് മിക്കവാറും വയേർഡ് ആയിരിക്കും. ഇപ്പം വയർലെസ്സും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ വയേർഡാണ് ഏറ്റവും സെക്യൂർ ആയിട്ടുള്ളതും അതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനും പറ്റുന്നത് വയേർഡ് നെറ്റ്വർക്കാണ്. വയർലെസ് നെറ്റ്വർക്കിന് എന്താ വെച്ചാൽ നമുക്ക് പാസ്വേഡൊക്കെ വെക്കാമെങ്കിലും സെക്യൂരിറ്റി കുറവായിരിക്കും. ഇതിൽ യൂസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ മീഡിയം എന്ന് പറയുന്നത് ട്വിസ്റ്റഡ് പെയർ കേബിൾസ്, അതല്ലെങ്കിൽ കൊയാക്സിയൽ കേബിൾസ് ആയിരിക്കും. അപ്പം നമുക്കൊന്നും കൂടെ നോക്കാം. ലാൻ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, ഒരു സ്മാളർ ജിയോഗ്രഫിക്കൽ ഏരിയ കവർ ചെയ്യുന്നു. ലാനിന് എക്സാമ്പിൾ എന്ന് പറയുന്ന ഓഫീസ് ബിൽഡിങ്, ഹോം, ഹോസ്പിറ്റൽ, സ്കൂള്. ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ മീഡിയം ട്വിസ്റ്റഡ് പെയർ കേബിൾസ്, അതല്ലെങ്കിൽ കൊയാക്സിയൽ കേബിൾസ്. ഇതിൽ ലാനിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ വയേർഡും ഉണ്ട്, വയർലെസ്സും ഉണ്ട്. വയേർഡ് ആണെങ്കിൽ ഒന്നും കൂടെ സെക്യൂർ ആയിരിക്കും.
നെക്സ്റ്റ് മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഈ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് മാൻ യൂസ് ചെയ്യുന്നത് എവിടെ വെച്ചാൽ മെട്രോപൊളിറ്റൻ സിറ്റീസ്, അങ്ങനെയുള്ളൊരു വലിയ സിറ്റി കവർ ചെയ്യാൻ. ഇറ്റ് കവേഴ്സ് എ ലാർജ് ജിയോഗ്രാഫിക്കൽ ഏരിയ ആൻഡ് മേ സെർവ് ആസ് ആൻ ISP. ISP എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. അതായത് ഈ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് പ്രാക്ടിക്കലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആരുടെ ഹെൽപ്പ് വേണം? ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ ഹെൽപ്പ് വേണം. ആരാണ് ഈ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ്? നമുക്കറിയാം ഐഡിയ, BSNL ഇങ്ങനെയുള്ള മൊബൈൽ കമ്പനീസ്, ടെലിഫോൺ കമ്പനി നെറ്റ്വർക്കുകളാണ് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ്. ഈ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ ഹെൽപ്പോടുകൂടെ നമുക്ക് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് പ്രാക്ടിക്കലാക്കാൻ കഴിയുള്ളൂ. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈസസ് യൂസ്ഡ് ഫോർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് ഇതിൽ യൂസ് ചെയ്യുന്നത് മോഡമാണ്. മോഡം യൂസ് ചെയ്തിട്ട് നമുക്ക് മാൻ നെറ്റ്വർക്കിനെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ വയറോ കേബിളോ യൂസ് ചെയ്തിട്ടും മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിലെ ഡാറ്റ ട്രാൻസ്മിഷൻ വേണ്ടിയിട്ട് വയറോ കേബിളോ യൂസ് ചെയ്യാം. എക്സാമ്പിൾ പറയുന്നത് ടെലിഫോൺ കമ്പനി, കേബിൾ TV. ഇപ്പം നമുക്കറിയാലോ കേബിൾ TV നെറ്റ്വർക്ക് നമ്മൾ കേബിൾ യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യുന്ന, അതുപോലെ ടെലിഫോൺ കമ്പനിയുടെ. അപ്പം ഇതാണ്. അതുപോലെ തന്നെ നെറ്റ്വർക്കിന് മോഡം യൂസ് ചെയ്യും. അപ്പം മോഡം അതല്ലെങ്കിൽ കേബിൾ യൂസ് ചെയ്തിട്ടാണ് ഏത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് മാനിലെ കമ്മ്യൂണിക്കേഷൻ, ഡാറ്റ ട്രാൻസ്മിഷൻ പ്രാക്ടിക്കലാക്കുന്നത്. നെക്സ്റ്റ് വാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് വരുമ്പോൾ ഒരു വൈഡ് ഏരിയ തന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും. ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയ. ഒരു ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്രത്തോളം വരും? ഇത് ഇറ്റ്സ് എ ബൗണ്ട്സ് ഓഫ് സ്റ്റേറ്റ് ഓർ കൺട്രി. ഒരു ഓൾ കൺട്രി തന്നെ വരാം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് വരാം നമുക്ക് വാനിൻ്റെ അകത്ത്. ഇതിലെ കമ്മ്യൂണിക്കേഷൻ മീഡിയം എന്ന് പറയുന്നത് എന്താണ്? PSTN ഓർ സാറ്റലൈറ്റ് ലിങ്ക്സ്. സാറ്റലൈറ്റ്സ് ലിങ്ക് യൂസ് ചെയ്തിട്ടാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഡാറ്റ ട്രാൻസ്മിഷൻ, കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നത്. ഇനി വാനിൽ 2 ടൈപ്സ് ഓഫ് വാൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് സ്വിച്ച്ഡ് വാനും ഒന്ന് പോയിന്റ് ടു പോയിന്റ് വാൻ. ഇത് ജസ്റ്റ് പേര് മാത്രം ഓർത്തിരുന്നാൽ മതി, ഡീപ്പായിട്ട് പോകണ്ട. അപ്പോൾ 2 ടൈപ്സ് ഓഫ് വാൻ ഉണ്ട്, സ്വിച്ച്ഡ് വാൻ ആൻഡ് പോയിന്റ് ടു പോയിന്റ് വാൻ. ഇനി സ്വിച്ച്ഡ് വാനിന് ഒരു എക്സാമ്പിളാണ് ATM നെറ്റ്വർക്ക്. ATM നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ അസിൻക്രോണസ് ട്രാൻസ്ഫർ മോഡ് നെറ്റ്വർക്ക്. ഇത്ര മാത്രം ഓർത്തിരിക്കുക. ഒന്ന് ATMൻ്റെ ഫുൾ ഫോം ഓർത്തിരിക്കുക, അസിൻക്രോണസ് ട്രാൻസ്ഫർ മോഡ് എന്നതാണ് ATMൻ്റെ ഫുൾ ഫോം. സ്വിച്ച്ഡ് വാൻ നെറ്റ്വർക്ക് അതല്ലെങ്കിൽ വാൻ നെറ്റ്വർക്കിന് ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ എന്ത് പറയാം? ATM നെറ്റ്വർക്ക് പറയാം. അപ്പോൾ വാൻ എന്ന് വെച്ചാൽ എന്താണ്? വൈഡ് ഏരിയ, ഒരു വൈഡ് ആയിട്ടുള്ള ജിയോഗ്രഫിക്കൽ ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാൻ ഏരിയ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. ഇതൊരു ഓൾ കൺട്രി ആവാം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്സ് ആവാം. ഇതിൽ യൂസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ മീഡിയം എന്ന് പറയുന്നത് സാറ്റലൈറ്റ്സ് ലിങ്ക്സ് ആണ്. ഇത്ര മെയിനായിട്ട് വാൻ പോസിബിൾ ആക്കാൻ സാറ്റലൈറ്റ്സ് ലിങ്ക് ആണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇത്ര ഓർത്തിരിക്കുക. ഇനി ട്രാൻസ്മിഷൻ മോഡ്സ്, വേറൊരു ടോപ്പിക്കാണ് ട്രാൻസ്മിഷൻ മോഡ്സ്. ട്രാൻസ്മിഷൻ മോഡ്സ് ഇൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്താ നോക്കാം. ഒന്നുമില്ല, ട്രാൻസ്മിഷൻ മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുക ബിറ്റ്വീൻ 2 ഡിവൈസസ്. 2 ഡിവൈസസ് തമ്മിൽ ഡാറ്റ ട്രാൻസ്മിഷൻ ചെയ്യുന്നതിനെയാണ് ട്രാൻസ്മിഷൻ മോഡ് എന്ന് പറയുന്നത്. മെയിനായിട്ട് 3 ടൈപ്സ് ഓഫ് ട്രാൻസ്മിഷൻ മോഡ്സ് ആണുള്ളത്. സിംപ്ലെക്സ് മോഡ്, ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡ് ആൻഡ് ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ്. അപ്പോൾ ട്രാൻസ്മിഷൻ മോഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സിംപ്ലെക്സ് മോഡ്, ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡ്, ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ്. അങ്ങനെ 3 ടൈപ്സ് ഓഫ് ട്രാൻസ്മിഷൻ മോഡ്സ് ആണുള്ളത്. ട്രാൻസ്മിഷൻ മോഡ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 2 ഡിവൈസസ്, അത് 2 കമ്പ്യൂട്ടർ ആവാം, 2 ടെലിഫോൺ ആവാം, എനി ഇലക്ട്രോണിക്സ് ഡിവൈസസ്, 2 ഡിവൈസസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇൻ ബിറ്റ്വീനായിട്ട്. അവ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ഡാറ്റ ട്രാൻസ്ഫറിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്മിഷൻ മോഡ് എന്ന് പറയുന്നത്. അത് സിംപ്ലെക്സ് മോഡിലാവാം, ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡിലാവാം, ഫുൾ ഡ്യൂപ്ലെക്സ് മോഡിലാവാം. അപ്പം നമുക്ക് സിംപ്ലെക്സ് മോഡിൽ എന്താണ്, ഇതിന് എക്സാമ്പിൾ എന്താണ് നോക്കാം. സിംപ്ലെക്സ് മോഡ് എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് യൂണി ഡയറക്ഷനാണ്. അതായത് ഓൺലി 1 ഡയറക്ഷൻ. 2 ഡിവൈസസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ 1 ഡയറക്ഷനിൽ മാത്രം കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതായത് ഒരു ഡിവൈസ് ഡാറ്റ അങ്ങോട്ട് സെൻഡ് ചെയ്യുന്നു, അതർ ഡിവൈസിന് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻ റിസീവ്. അപ്പോൾ ഓൺലി 1 ഓഫ് ദി 2 ഡിവൈസസ് ഓൺ എ ലിങ്ക് ക്യാൻ ട്രാൻസ്മിറ്റ് ആൻഡ് ദി അതർ ക്യാൻ റിസീവ്. അപ്പോൾ ഒന്ന് ട്രാൻസ്മിറ്ററുമാണ്, ഒന്ന് റിസീവറുമാണ്. അതായത് വൈസ് വേഴ്സ ഇല്ല.
ഒന്ന് സെൻഡ് ചെയ്യുന്നു, മറ്റത് റിസീവ് ചെയ്യുന്നു. തിരിച്ച് സെൻഡ് ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെയുള്ളതിനെയാണ് എന്ത് പറയുന്നത്? സിംപ്ലെക്സ് മോഡ്. അപ്പോൾ സിംപ്ലെക്സ് മോഡ് എന്ന് വെച്ചാൽ എന്താണ്? യൂണി ഡയറക്ഷനാണ്, ഓൺലി വൺ വേ കമ്മ്യൂണിക്കേഷനാണ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് കീബോർഡ് ആൻഡ് ട്രഡീഷണൽ മോണിറ്റേഴ്സ്. അതായത് കീബോർഡ് ആകുമ്പോൾ നമ്മൾ എന്ത് ഒരു ഡേറ്റ അങ്ങോട്ട് ഇൻപുട്ട് ചെയ്യാം. അങ്ങോട്ട് ഇൻപുട്ട് ചെയ്യാനേ കഴിയുള്ളൂ, എത്രയും അങ്ങോട്ട് ഇൻപുട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണെങ്കിൽ ട്രഡീഷണൽ മോണിറ്റേഴ്സ് ആണെങ്കിലോ അത് ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. എന്ത് ചെയ്യും? ഔട്ട്പുട്ട് തന്നുകൊണ്ടേയിരിക്കും. അല്ലാണ്ട് മറ്റൊന്നില്ല. വൺ വേ മാത്രമേ അതിന് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങോട്ട് തരികയാണെങ്കിൽ അത് ഇങ്ങോട്ട് തന്നുകൊണ്ടിരിക്കാം, അല്ല അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ അത് അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ഇതാണ് സിംപ്ലെക്സ് മോഡൽ. ഇനി നെക്സ്റ്റ് ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡ്. ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡൽ എന്താണെന്ന് വെച്ചാൽ ബോത്ത് ട്രാൻസ്മിറ്റ് ആൻഡ് റിസീവ്. സിംപ്ലെക്സ് മോഡലിൻ്റെ പോലെയല്ല, ഒന്നുകൂടെ അഡ്വാൻസ് ആണ്. കൊടുക്കുകയും ചെയ്യും, വാങ്ങുകയും ചെയ്യും. ബോത്ത് ട്രാൻസ്മിറ്റ് ആൻഡ് റിസീവ്. പക്ഷേ പ്രോബ്ലം ഉള്ളതെന്ന് വെച്ചാൽ ബട്ട് നോട്ട് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയത്തല്ല നടക്കുന്നത്. ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യും, അപ്പോൾ മറ്റേത് ഡിവൈസ് എന്ത് ചെയ്യും? റിസീവ് ചെയ്യും. അറ്റ് എ ടൈമിൽ തന്നെ ആ റിസീവർ തിരിച്ച് ട്രാൻസ്മിറ്റ് ചെയ്യില്ല. ഇപ്പോൾ ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എ സെൻഡറാണ്, അപ്പോൾ എ സെൻഡ് ചെയ്യുന്നു, ബി റിസീവ് ചെയ്യുന്നു. ബി അപ്പം റിട്ടേൺ ചെയ്യുന്നില്ല. ഇനി ബി സെൻഡ് ചെയ്യുന്ന സമയത്ത് എന്താണ്? എ റിസീവറാണ്. അപ്പോൾ ഒന്ന് സെൻഡർ ആകുമ്പോൾ അതർ ഡിവൈസ് റിസീവർ ആവും. അതർ ഡിവൈസ് സെൻഡ് ചെയ്യുമ്പോൾ മറ്റേ ഡിവൈസ് എന്താവും? റിസീവ് ആവും. എ സെൻഡ് ചെയ്യുമ്പോൾ ബി റിസീവർ, ബി സെൻഡ് ചെയ്യുമ്പോൾ എ റിസീവർ. അതായത് വൈസ് വേഴ്സ് അല്ല. അങ്ങോട്ട് കൊടുക്കുമ്പോൾ അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് വാങ്ങിക്കുക. രണ്ടും നടക്കുന്നുണ്ട്, പക്ഷേ അറ്റ് എ ടൈമിൽ രണ്ടും നടക്കില്ല. ഒരു സമയത്ത് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുക, വാങ്ങിക്കുകയാണെങ്കിൽ വാങ്ങിക്കുക. ഇത് മാത്രമേ നടക്കുള്ളൂ. അപ്പം ഇത് ബൈ ഡയറക്ഷണലാണ്, ബട്ട് നോട്ട് അറ്റ് എ ടൈം. അതാണ് ഹാഫ് ഡ്യൂപ്ലെക്സ് സിംപ്ലെക്സും തമ്മിലുള്ള ഹാഫ് ഡ്യൂപ്ലെക്സും ഇനി ഞാൻ പറയാൻ പോകുന്ന ഫുൾ ഡ്യൂപ്ലെക്സും തമ്മിലുള്ള വ്യത്യാസം. ഹാഫ് ഡ്യൂപ്ലെക്സിൻ്റെ സെയിം വർക്കിംഗ് തന്നെയാണ് ഫുൾ ഡ്യൂപ്ലെക്സും. സെൻഡിങ്ങും ഉണ്ട്, റിസീവിങ്ങും ഉണ്ട്. പക്ഷേ ഫുൾ ഡ്യൂപ്ലെക്സ് ആകുമ്പോൾ സെൻഡിങ് ആൻഡ് റിസീവിങ് അറ്റ് എ ടൈമിൽ നടക്കും. ഹാഫ് ഡ്യൂപ്ലെക്സ് ആകുമ്പോൾ ഹാഫ് ടൈം. സെൻഡ് ചെയ്യുന്ന സമയത്ത് സെൻഡിങ്, റിസീവ് ചെയ്യുന്ന സമയത്ത് റിസീവിങ്. അങ്ങനെ സെൻഡിങ്ങും റിസീവിങ് അറ്റ് എ ടൈമിൽ നടക്കുന്നില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാക്കി ടോക്കിയിൽ എങ്ങനെ? നമ്മൾ അങ്ങോട്ട് സംസാരിക്കുന്ന സമയത്ത് മിണ്ടാണ്ട് നിൽക്കും, എന്നിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആൾ റിപ്ലൈ തരാൻ തുടങ്ങും. ഇതാണ് ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡിന് എക്സാമ്പിൾ, വാക്കി ടോക്കി. ഇനി ഫുൾ ഡ്യൂപ്ലെക്സ് പറഞ്ഞു ബോത്ത് സ്റ്റേഷൻ ക്യാൻ ട്രാൻസ്മിറ്റ് ആൻഡ് റിസീവ് സൈമൾട്ടേനിയസ്ലി. അതായത് എ എന്ന് പറഞ്ഞ ഡിവൈസിനും ബി എന്ന ഡിവൈസിനും റിസീവ് ചെയ്യുകയും ചെയ്യാം, സെൻഡ് ചെയ്യുകയും ചെയ്യാം. രണ്ട് ഫംഗ്ഷനും അറ്റ് എ ടൈമിൽ നടക്കും. എക്സാമ്പിളാണ് ടെലിഫോൺ നെറ്റ്വർക്ക്. നമ്മളിപ്പോൾ ഫോൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് സംസാരിക്കുകയും ചെയ്യാം, അതേസമയം തന്നെ നമുക്കിങ്ങോട്ട് കേൾക്കുകയും ചെയ്യാം. അപ്പം സെൻഡിങ്ങും റിസീവിങ്ങും അറ്റ് എ ടൈമിൽ നടക്കുന്ന ട്രാൻസ്മിഷൻ മോഡാണ് ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ്. ഞാൻ സ്പീഡിൽ പറഞ്ഞു അറിയില്ല, ഞാൻ ഒന്നും കൂടെ പറയാം. ട്രാൻസ്മിഷൻ മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഡിവൈസസ് തമ്മിലുള്ള ട്രാൻസ്മിഷൻ, കമ്മ്യൂണിക്കേഷൻ, ഡാറ്റ ട്രാൻസ്ഫറിങ്ങിനെയാണ് പറയുന്നത്. 3 ടൈപ്സ് ആണുള്ളത്. സിംപ്ലെക്സ് മോഡുണ്ട്, ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡുണ്ട്, ഫുൾ ഡ്യൂപ്ലെക്സ് മോഡുണ്ട്. സിംപ്ലെക്സ് മോഡിൽ വൺ ഡയറക്ഷനാണ്, വൺ വേ കമ്മ്യൂണിക്കേഷനാണ്, യൂണി ഡയറക്ഷണൽ. സെൻഡിങ് മാത്രമേ നടക്കുള്ളൂ. അതായത് സെൻഡ് ചെയ്യുകയാണെങ്കിൽ സെൻഡ് ചെയ്ത്, അതായത് എക്സാമ്പിൾ പറയുന്നത് കീബോർഡ് ആൻഡ് ട്രഡീഷണൽ മോണിറ്റേഴ്സ്. കീബോർഡ് ആകുമ്പോൾ ഇൻപുട്ട് ചെയ്യുക, മോണിറ്റേഴ്സ് ആകുമ്പോൾ ഔട്ട്പുട്ട് ചെയ്യുക. ഓൺലി വൺ വേ ഡാറ്റ ട്രാൻസ്ഫറിങ്. ഹാഫ് ഡ്യൂപ്ലെക്സിൽ ട്രാൻസ്മിറ്റിംഗ് നടക്കും, റിസീവിങ് നടക്കും, ബട്ട് നോട്ട് അറ്റ് ദി സെയിം ടൈം. ഒരേ സമയത്ത് രണ്ടും നടക്കില്ല. എക്സാമ്പിൾ വാക്കി ടോക്കി. ഫുൾ ഡ്യൂപ്ലെക്സ് ആണെങ്കിൽ അറ്റ് എ ടൈമിൽ ട്രാൻസ്മിറ്റ് ചെയ്യാനും കഴിയും, റിസീവ് ചെയ്യാനും ചെയ്യും. രണ്ട് ഫംഗ്ഷനും ട്രാൻസ്മിറ്റിങ്ങും റിസീവിങ്ങും രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന മോഡ് ഓഫ് ട്രാൻസ്മിഷനാണ് ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ്. അപ്പോൾ ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ് ട്രാൻസ്മിഷനിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അതേ ടൈമിൽ തന്നെ ഡാറ്റ റിസീവ് ചെയ്യാനും പറ്റും. എക്സാമ്പിൾ പറയുന്നത് ടെലിഫോൺ നെറ്റ്വർക്കാണ്. അപ്പോൾ 2 ടോപ്പിക്കാണ്. ഒന്ന് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്. ടൈപ്സ് ഓഫ് നെറ്റ്വർക്കിൽ മേജറായിട്ട് പറഞ്ഞത് ലാൻ, വാൻ, മാൻ. 3 ഫുൾ ഫോം പഠിച്ചിരിക്കുക. സിമ്പിളായിട്ട് അത് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ മോഡുകൾ 3 സിംപ്ലെക്സ് മോഡ്, ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡ്, ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഒരു ക്ലാസ്സും കൂടെ ഞാൻ പറയാം, അത് ടോപ്പോളജിനെയും അപ്പം
ബേസിക് ആയിട്ട് നെറ്റ്വർക്കിൽ പറയുന്നത് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്, ടോപ്പോളജി, പിന്നെ ട്രാൻസ്മിഷൻ മോഡ്. ഇനി ഞാൻ ഇതിലിട്ട 1-2 ക്ലാസ് ഉണ്ട്. നെറ്റ്വർക്ക് ഡിവൈസസുകളുണ്ട്, റിപ്പീറ്റർ, ഹബ്ബ്, ഇങ്ങനെ കുറച്ച് ഡിവൈസസ് പറയുന്നുണ്ട്, സ്വിച്ച്, റൂട്ടർ. അപ്പോൾ ഇതുകളെല്ലാം ഏത് ലെയറിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? OSI മോഡലുണ്ട്, OSI ലെയേഴ്സ് ഉണ്ട്, ഫിസിക്കൽ ലെയർ, നമുക്കറിയാം നെറ്റ്വർക്ക് ലെയർ. അപ്പോൾ ആ OSI മോഡലിലെ അതിലെ 7 ലെയേഴ്സിൻ്റെ ഒരു ക്ലാസ് ഞാൻ ഇതിലിട്ടിട്ടുണ്ട് മുൻപ്. അതുപോലെ തന്നെ ആ ഓരോ ലെയേഴ്സിലും ഏതെല്ലാം ഓപ്പറേഷനാണ്, അതായത് ഹബ്ബ് ഏത് ലെയറിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു, സ്വിച്ച് ഏത് ലെയറിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു, ഡാറ്റ ലിങ്ക് ലെയറിൽ ഏത് ഓപ്പറേറ്റ് ആവും, അതുപോലെ റൂട്ടർ ഏത് ലെയറിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ ക്ലാസ്സും ഞാൻ ഇട്ടിട്ടുണ്ട്. OSI ലെയറിൻ്റെ ക്ലാസ്സും ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇപ്പം 2 ക്ലാസ് പറഞ്ഞ് ട്രാൻസ്മിഷൻ മോഡും ടൈപ്സ് ഓഫ് നെറ്റ്വർക്കും. ഇനി ടോപ്പോളജിയുടെ ഒരു ക്ലാസ്സും കൂടെ ഇട്ടിട്ട് ഇത്രയും പോർഷനിൽ നമുക്ക് പ്രീവിയസ് ആയിട്ട് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഞാനിടാം. ഈ ക്ലാസ്സുകൾ കേട്ട് ആ ക്വസ്റ്റ്യൻസും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര സിമ്പിളാണ്, അത്ര കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഇത്രയ്ക്കേ ഉള്ളൂ നെറ്റ്വർക്ക് എന്ന് വരാനുള്ളത്. ഇനി അതുപോലെ ലേശം പ്രോട്ടോക്കോളുകൾ, അതിൻ്റെ അബ്രിവേഷൻസ്, അതുപോലെ തന്നെ 1-2 അബ്രിവേഷൻ ഫുൾ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ടോപ്പിക്കുകളും ടേംസുകളുടെ അബ്രിവേഷൻസിൻ്റെ 2 ക്ലാസ്സസ് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് റിലേറ്റഡ് ആയിട്ട് മുമ്പ് ഈ ചാനലിലിട്ട ക്ലാസ്സസുകളുടെ ലിങ്കുകൾ ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ്സും കേൾക്കുക, ഈ ക്ലാസ്സും കേൾക്കുക. ഇതിൻ്റെ കൂടെ നെക്സ്റ്റ് ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ഇട്ട് പോവാം. അതിന് ഒരു 2 മാസം, ഇനി 1 മാസം 10 ദിവസം അത്രയൊക്കെ ഉള്ളൂ. ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ 1 മാസം 20 ദിവസം ഉണ്ടാവും. 3-ാം തീയതി എക്സാമും. അപ്പോൾ ആ സമയത്തിൻ്റെ ഉള്ളിൽ മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സുകൾ ഞാൻ ഇതിൽ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.